ചോദ്യത്തിന് കോഴ വിവാദത്തിൽ തൃണമൂൽ MP മഹുവ മൊയ്ത്ര പുറത്ത്. ലോക്സഭയിൽ നിന്നും മഹുവയെ പുറത്താക്കി. എത്തിക്സ് കമ്മിറ്റി ശുപാർശ അംഗീകരിച്ചാണ് നടപടി. വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. कि सांसद श्रीमती महुआ मित्रा का आचरण अनैतिक और संसद सदस्य के रूप में अशोभनीय है और इस कारण उनको लोकसभा सदस्य बने रहना उपयुक्त नहीं होगा। इसलिए संकल्प करती है कि उन्हें लोकसभा की सदस्यता से निष्कासित कर दिया जाए। जो सदस्य इस प्रस्ताव के पक्ष में हाँ कहें, जो विरोध में ना कहें, मेरे विचार में निर्णय हाँ वालों के पक्ष हुआ। हाँ वालों के पक्ष में प्रस्ताव स्वीकृत हुआ। The 17th Lok Sabha has indeed been historic. It is a house which saw the passage of the Women's Reservation Rescheduling Bill, but it has presided over the most tenacious witch hunt of one of 78 women MPs. This Lok Sabha has also seen the weaponization of a parliamentary committee. Ironically, the Ethics Committee, which was set up to serve as a moral compass for members. This committee and this report has broken every rule in the book. In essence, you're finding me guilty of breaching a code of ethics that does not exist. And there is no evidence of any cash, of any gifts, anywhere. ജിഷ്ണു കൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, എന്തായാലും ഈ ഒരു എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ലോക്സഭയിൽ സമർപ്പിച്ച ഉടൻ തന്നെ ഇതിന്മേലുള്ള ചർച്ച വേണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ചിരുന്നു. അത് അംഗീകരിച്ച് 1 മണിക്കൂർ ചർച്ചയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വോട്ടെടുപ്പോടുകൂടി മഹുവ മൊയ്ത്രയെ പുറത്താക്കിയത്. എന്നിട്ടും പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. മഹുവ മൊയ്ത്ര ഇത് തെളിവുകളില്ല എന്നാണ് വാദിക്കുന്നത്. കനത്ത തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ മഹുവ മൊയ്ത്രയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും ഒപ്പം പ്രതിപക്ഷ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചടിയിൽ രാഷ്ട്രീയപരമായ നിലനിൽപ്പിന് വേണ്ടി നിലവിൽ നിരവധി വാദങ്ങൾ കോൺഗ്രസ് എംപിമാരാണെങ്കിലും മഹുവ മൊയ്ത്രയാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് നിരത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ മഹുവ മൊയ്ത്രയെ പൂർണ്ണമായി പിന്തുണയ്ക്കുക അസാധ്യമാണ്. അതായത് ഗുരുതരമായ കുറ്റകൃത്യം അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ച മഹുവ മൊയ്ത്രയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് എത്തിക്സ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം ഇത് ചട്ടപ്രകാരമല്ല നടപടികൾ മുൻപോട്ട് പോയത്. എത്തിക്സ് കമ്മിറ്റിക്ക് ശിക്ഷ നിർദ്ദേശിക്കാനുള്ള അധികാരമില്ല. കൂടാതെ റിപ്പോർട്ട് പഠിക്കാൻ 3 ദിവസം കൂടി സമയം അനുവദിക്കണം തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിലെ ചർച്ച വഴിതെറ്റിക്കുന്നതിനും ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്താനുമാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ചോദ്യത്തിന് പകരം കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വളരെ കൃത്യമായ അന്വേഷണം എത്തിക്സ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും എത്തിക്സ് കമ്മിറ്റി പാർലമെന്റിന് മുൻപിൽ ഇന്ന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മഹുവ മൊയ്ത്രയുടെ പ്രവൃത്തി രാജ്യത്തെ അപമാനപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതുമാണ്. വളരെ ഗുരുതരമായ ശിക്ഷ അർഹിക്കുന്ന പ്രവൃത്തിയാണ് മഹുവ മൊയ്ത്രയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് മഹുവ മൊയ്ത്രയെ പുറത്താക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ചു. ചൂണ്ടിക്കാട്ടിയതുപോലെ 1 മണിക്കൂറോളം നീണ്ടുവന്ന ചർച്ച ഈ വിഷയത്തിന്മേൽ 2 മണി മുതൽ ലോക്സഭയിൽ ഉണ്ടായി. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ സ്പീക്കർ ഓം ബിർള ഈ ഒരു വിഷയത്തിൽ എല്ലാവരും പാർലമെന്റിന്റെ അന്തസ്സിന് നിരക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കണം ചർച്ച എന്നും നിലവിൽ ഈ വിഷയം തന്നെ പാർലമെന്റ് അംഗം നടത്തിയിട്ടുള്ള ഗുരുതരമായ വീഴ്ച സംബന്ധിച്ചാണ് എന്ന ആമുഖത്തോടു കൂടിയായിരുന്നു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. വലിയ വാദപ്രതിവാദങ്ങൾ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ആണെങ്കിലും തൃണമൂൽ അംഗങ്ങളാണെങ്കിലും സഭയിൽ സംസാരിച്ച പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയത്തിന്റെ വസ്തുതയിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റി ഉന്നയിച്ച വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് കിടക്കാതെയും രാഷ്ട്രീയപരമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഏതായാലും 1 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ അവതരിപ്പിച്ച പ്രമേയം ലോക്സഭ ശബ്ദ വോട്ടോടുകൂടി പാസാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് അംഗീകരിച്ചതോടുകൂടിയാണ് ലോക്സഭയിൽ നിന്ന് മഹുവ മൊയ്ത്രയെ പുറത്താക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2019 മുതൽ 23 വരെയുള്ള കാലയളവിൽ മഹുവ മൊയ്ത്രയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു റിപ്പോർട്ടായിരുന്നു എത്തിക്സ് കമ്മിറ്റി സമർപ്പിച്ചിട്ടുള്ളത്. ഹീരാനന്ദാനി ഗ്രൂപ്പിന് ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ഗ്രൂപ്പിന് മഹുവ മൊയ്ത്ര പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ താൻ ഉപയോഗിക്കുന്ന പാർലമെന്റ് അക്കൗണ്ടിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകി.
മഹുവ മൈത്ര രാജ്യത്തുണ്ടായിരിക്കെ, ഭാരതത്തിൽ ഉണ്ടായിരിക്കെ തന്നെ അവരുടെ ഈ പാർലമെന്റ് അക്കൗണ്ട് ദുബായിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായി എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. കൂടാതെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, ഈ ബിസിനസ് ഗ്രൂപ്പിന്റെ വ്യവസായ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചോദ്യങ്ങൾ മഹുവ മൈത്രയുടെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നതും വലിയ ആരോപണമായി നിലനിൽക്കുകയാണ്. ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി വിശദമായി പരിശോധിക്കുകയും ഇന്ന് മഹുവ മൈത്രയെ പുറത്താക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി ലോക്സഭയിൽ വെക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ചട്ടപ്രകാരം ചർച്ചയിന്മേൽ പ്രമേയം അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ചർച്ച നടത്തുകയും തുടർന്ന് വോട്ടെടുപ്പിലൂടെ ശബ്ദ വോട്ടോടുകൂടി ഈ പ്രമേയം അംഗീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് മഹുവ മൈത്ര പുറത്തുപോയിട്ടുള്ളത്. തീർച്ചയായും ഈ വിഷയത്തിന്മേലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ജിഷ്ണു ദയവായി തുടരുക. പാർലമെന്ററി കാര്യമന്ത്രി ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുകയാണ്. തത്സമയം पैसा दिया नहीं दिया उसके लिए उस चर्चा में मैं नहीं जा रहा हूँ. मैं ये कह रहा हूँ इट वॉज ए स्ट्रिंज ऑपरेशन, बट वेयर एज इसमें जो घटना घटी है उसने तो स्वयं उन्होंने स्वीकारा है. मुझे ऐसे ब्रांड का स्कार्फ मिला है, ऐसे ब्रांड का लिपस्टिक मिला है, इन्होंने तो इनकार नहीं किया है. एंड शी हैज़ ट्रैवल्ड मोर देन 36 टाइम टू वेरियस अदर प्लेसेस. इधर से अगर समझो टोक्यो गए, टोक्यो से कहाँ गए वो तो आंकड़ा नहीं है, लेकिन टोक्यो तक ऐसे इधर से जो फॉरेन डेस्टिनेशन गए 36 टाइम गया है. और हीरानंदानी ने स्वीकार कर दिया है कि ये तो इनका पूरा जर्नी तो मैंने स्पॉन्सर किया हूँ. इसके बावजूद भी पश्चाताप व्यक्त करने से बजाय तो ये चैलेंज करते ही क्या है. 2005 में 10 MP खड़े हुए थे, रिक्वेस्ट कर रहे थे, तो हमको भी 5 मिनट बोलने का मौका दीजिए. तब के अध्यक्ष जो लोकसभा के अध्यक्ष थे उन्होंने निर्णय दे दिया कि आप तो एक्यूज्ड है, आपको हम इधर बात करने का मौका नहीं देंगे. आप कमेटी के सामने पेश हुए थे, उधर जो आपने विषय रखना था आपने रख दिया है. तो जो भी मैं और एक क्वेश्चन उन लोगों से पूछना चाहता हूँ जो अभी अराउंड 60-65 प्रश्न पूछा है, 4 सेक्टर पे पूछा है. एक बार भी अपने लोकसभा कॉन्स्टिट्यूंसी के बारे में एक प्रश्न नहीं पूछा है. नॉट इवन वन शी हैज आस्क्ड द क्वेश्चन अबाउट हर कॉन्स्टिट्यूंसी. ये सब क्या कहलाता है जी? क्या बात कर रहे हो? आपको कम से कम पश्चाताप व्यक्त करके ठीक है गलती हो, इतना ये स्कार्फ दिया, वो 1.5-2 लाख का स्कार्फ, ये सब उन्होंने स्वीकारा है और कमेटी के सामने में उनका इनकार नहीं किया है. और यूज़र आईडी जो हम पासवर्ड और यूज़र आईडी के बारे में, तो अगर आप अपने क्वेश्चन ड्राफ्ट करते हैं तो भी लोड करने के लिए ठीक है, आपके मैंने पीओ को दिया था, लेकिन जो दुबई में बैठे हैं उनको देते हैं आप, तो और बोलते हैं तो मेरा अन्याय हो गया. एक बात सर, जब उनको एक्सपेल कर दिया गया, जब बाहर आए सोनिया गांधी के साथ तमाम विपक्ष के नेताओं के साथ गांधी मूर्ति पर गई, उनका कहना था कि एक महिला को सदन से बाहर करने के लिए सब किया गया क्योंकि वो महिला एक बिजनेस हाउस के बारे में लगातार बोल रही थी जिसकी करीबी है सरकार से, बीजेपी से. नहीं, ये महिला के विषय नहीं है. वो जो पूछ रहे थे और उनके कॉम्पिटिटर के बारे में पूछ रहे थे, उनके कॉन्स्टिट्यूंसी के बारे में पूछ रहे थे. और क्वेश्चन पैसे के लिए, कुछ गिफ्ट के लिए पूछा गया, ये तो सिद्ध हो गया है, स्वयं स्वीकारा है. और उन्होंने एफिडेविट में काउंसिलेट के सामने बोला है मैंने एफिडेविट करके दिया हूँ. इससे सबूत के बड़ा सबूत क्या चाहिए? प्रहलाद जी, एक सवाल आता है कि क्या ये महुआ मोइत्रा पर जिस तरह से वाकआउट हुआ, पूरा अपोजिशन देख रहा, INDA गठबंधन, आपको नहीं लगा कि इस मसले पर और एक होकर आपके लिए और बड़ी चुनौती बन जाएगी? राजनीतिक मुद्दा बना. अरे भाई, ये तो राजनीतिक मुद्दा क्या बनाएंगे. मैं तो आपको बता रहा हूँ, बहुत लोग अभी तो सोनिया गांधी किसके लिए गए? सोनिया गांधी इसीलिए शी वेंट देयर. तो अभी जो इंडी गठबंधन में ममता बनर्जी इनके बारे में जो बयान दिया है, जेडीयू वाले जो नेता, जेडीयू का नेता नीतीश कुमार जी ने जो रुख अपना है, इसलिए उनके साथ जाने का कोशिश किया है. लेकिन तो वो जो भी करे कुछ नहीं होने वाला है. और इसके साथ ही साथ अंदर में तृणमूल कांग्रेस के बहुत MP सहित बहुत लोग दे आर वेरी हैप्पी अबाउट आवर एक्सपल्शन. യെസ്, ജിഷ്ണു തുടരുന്നുണ്ട്. ജിഷ്ണു, ഈ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ തുടരാമെന്ന് തോന്നുന്നു. കാരണം ഈ വ്യവസായി ദർശൻ ഹീരാനന്ദാനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്നാണ് മഹുവ മൈത്ര ആരോപിക്കുന്നത്. പക്ഷേ
ഈ വ്യവസായി ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പായി സത്യവാങ്മൂലം നൽകിയതാണ്. തനിക്ക് മഹുവ ഈ ഔദ്യോഗിക ഇമെയിൽ പാസ്വേഡൊക്കെ പങ്കുവച്ചിരുന്നതായി. ഇത് മഹുവയെ നിഷേധിക്കുന്നില്ല. മാത്രമല്ല പണം കൈപ്പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ 30-ലധികം വിദേശ യാത്രകൾ ഇവർ നടത്തുകയുണ്ടായി. അതെല്ലാം ഇതേ വ്യവസായിയുടെ ചെലവിൽ തന്നെയായിരുന്നു എന്നതുകൂടിയുണ്ട്. പാർലമെന്റിൽ ചോദ്യത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര പുറത്തായിരിക്കുന്നു. മഹുവയ്ക്ക് ലോക്സഭാ അംഗത്വം നഷ്ടമായിരിക്കുകയാണ്. എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ശരിവെച്ച ശബ്ദ വോട്ടോടുകൂടി ലോക്സഭ പാസാക്കിയിരിക്കുന്നു. 1 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം വന്നിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. തൻ്റെ ഭാഗം കേൾക്കാതെയാണ്, തെളിവില്ലാതെയാണ് തന്നെ പുറത്താക്കിയതെന്ന ന്യായീകരണവുമായി മഹുവ മൊയ്ത്രയും രംഗത്തെത്തി. ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ജിഷ്ണു, പ്രഹ്ലാദ് ജോഷി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു സംഭവമുണ്ട്. കാരണം ഈ നേരിട്ട് പണം വാങ്ങിയിട്ടില്ല എന്ന് മഹുവ പറയുന്നുണ്ടെങ്കിലും ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ദുബായിലുള്ള ഈ വ്യവസായി ദർശൻ ഹിരന്ദാനിയുടെ ചെലവിൽ അവർ നടത്തിയ വിദേശ യാത്രകൾ, അതിൻ്റെ ചെലവുകളൊന്നും ഇവർക്ക് നിഷേധിക്കാനാകില്ല എന്നത് വളരെ കൃത്യമായി ഈ ബിസിനസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ നേരിട്ടല്ലെങ്കിൽ പോലും മഹുവ മൊയ്ത്ര സ്വീകരിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി എത്തിക്സ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹുവ മൊയ്ത്രയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെയും ഇന്നത്തെയും പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നത് നേരിട്ട് ആഭരണങ്ങളോ പണമോ ഒന്നും തന്നെ ഈ ബിസിനസ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളതും ആരോപണം BJP MP ഉന്നയിച്ചിട്ടുള്ളതുമെല്ലാം തന്നെ ഈ ബിസിനസ് ഗ്രൂപ്പിന്റെ സഹായം പറ്റിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മഹുവ മൊയ്ത്ര നടത്തി എന്നുള്ളത് തന്നെയാണ്. എത്തിക്സ് കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് 2010 മുതൽ 2023 വരെയുള്ള കാലയളവിൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള നിരവധി വിദേശയാത്രകൾ മഹുവ മൊയ്ത്ര നടത്തിയിട്ടുണ്ട്. അതിന്റെ വളരെ കൃത്യമായ വിശദാംശങ്ങൾ ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും എത്തിക്സ് കമ്മിറ്റി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ബിസിനസ് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനും അവർക്കായി പാർലമെന്റ് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ വിട്ടു നൽകിയതിനും വളരെ കൃത്യമായ പ്രതിഫലം നേരിട്ട് പണം കൈപ്പറ്റി എന്നതിനപ്പുറത്തേക്കുള്ള ഉപകാരങ്ങൾ ഈ മഹുവ മൊയ്ത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം രാഷ്ട്രീയപരമായി മഹുവ മൊയ്ത്രയും പ്രതിപക്ഷ മുന്നണികളും ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ പ്രഹ്ലാദ് ജോഷിയുടേതുൾപ്പെടെ അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ഗുരുതരമായ വീഴ്ച മഹുവ മൊയ്ത്രയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് കമ്മിറ്റി മഹുവ മൊയ്ത്രയെ പുറത്താക്കാനുള്ള ശുപാർശ ചെയ്തത്. ആ ശുപാർശ ഇന്ന് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിക്കൊണ്ടാണ് ലോക്സഭ അംഗീകരിക്കുകയും ചെയ്തത്. അനു, ജിഷ്ണു, ഇതിൽ തെളിവില്ല എന്ന് മഹുവ ആവർത്തിക്കുമ്പോഴും തൻ്റെ ഭാഗം കേൾക്കാതെയാണ് ഈ പുറത്താക്കലെന്ന് ഈ പ്രതിപക്ഷത്തിനോടൊപ്പം പാർലമെന്റ് പുറത്തേക്ക് വന്ന മഹുവ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോഴും ഇവർ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ് ഈ പാർലമെന്റിന്റെ ഈ ലോഗിൻ ഇമെയിൽ പാസ്വേഡ് വ്യവസായിക്ക് കൈമാറിയ വിവരം ഇവർ തന്നെ സമ്മതിച്ചിരുന്നു നേരത്തെ. പക്ഷെ അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വിശദീകരിക്കാൻ ഇവർക്കാകുന്നുമില്ല. മഹുവ മൊയ്ത്രയ്ക്ക് പ്രതികരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യാജമായ പ്രതികരണമാണ്. അത് നമുക്കറിയാം, ഏത് വിഷയങ്ങളിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്താറുണ്ട്. ഇന്ന് ഈ ചർച്ച നടക്കവേ മഹുവ മൊയ്ത്രയ്ക്ക് സംസാരിക്കാനുള്ള അവസരം നൽകണമെന്ന് തൃണമൂൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലും ഈ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പാർലമെന്റിനകത്ത് നിലവിലെ ഈ അവസരത്തിൽ ലോക്സഭയിൽ മഹുവ മൊയ്ത്രയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി സ്പീക്കർ നിലപാടെടുത്തു. പക്ഷേ ഈ വിഷയം തീരുമാനിക്കുന്നതിന് മുൻപ് അതിന്റെ അന്വേഷണം നടക്കുമ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപ് ഹാജരായിക്കൊണ്ട് അവരുടെ വാദങ്ങൾ, അവരുടെ നിലപാടുകൾ, അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം വളരെ കൃത്യമായി പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി നൽകിയിരുന്നു. എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ മഹുവ മൊയ്ത്ര ഹാജരാവുകയും അവരുടെ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ തന്റെ അക്കൗണ്ടിന് പാസ്വേഡും യൂസർ ഐഡിയും പാസ്വേഡും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഈ ബിസിനസ് ഗ്രൂപ്പിന് നൽകി എന്നുള്ളത് മഹുവ തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വളരെ ഗുരുതരമായ വീഴ്ച സംബന്ധിച്ച് വളരെ കൃത്യമായ നടപടി ഇപ്പോൾ പാർലമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന്റെ ഒരു തിരിച്ചടി മറച്ചുവെക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ മഹുവയുടെ ഭാഗത്തുനിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അനു, ശരി ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.